ശബരിമലയിലെ ഭക്തജനലക്ഷങ്ങൾക്ക് സായുജ്യമേകി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. ശരണമന്ത്രങ്ങളോടെ ഭക്തജനങ്ങൾ ദർശനപുണ്യം നുകർന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6:46 സന്നിധാനത്തെയും പരിസരത്തെയും ശരണസമുദ്രമാക്കി മകരവിളക്ക് തെളിഞ്ഞത്. മണിക്കൂറുകളും ദിവസങ്ങളും കാത്തിരുന്ന ഭക്തർക്കത് പ്രാർത്ഥനാ സാക്ഷാത്കാരത്തിന്റെ നിമിഷമായി മാറി. നേരത്തെ പന്തളത്ത് നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ വൻ വരവേൽപ്പോടെയാണ് അയ്യപ്പസന്നിധിയിലേക്ക് എത്തിയത്. 18-ാം പടിക്ക് മുകളിൽ കൊടിമരച്ചുവട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ, MLA-മാരായ KU ജനീഷ് കുമാർ, പ്രമോദ് നാരായണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, മറ്റ് ദേവസ്വം ഭാരവാഹികൾ എന്നിവർ ചേർന്ന് തിരുവാഭരണപ്പെട്ടി സ്വീകരിച്ചു. തുടർന്ന് തിരുവാഭരണം ശ്രീകോവിലിലേക്ക് ആചാരപൂർവ്വം ആനയിച്ചു. ശ്രീകോവിലിൽ തന്ത്രി കണ്ഠർ മഹേഷ് മോഹനരും മേൽശാന്തി PN മോഹനൻ നമ്പൂതിരിയും ചേർന്ന് സ്വീകരിച്ച് തിരുവാഭരണം അയ്യപ്പന് ചാർത്തി. തുടർന്നാണ് ദീപാരാധന നടന്നത്. അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് എങ്ങും ദൃശ്യമായത്. വ്യൂ പോയിന്റുകളാണ് ദർശനത്തിനായി സജ്ജമാക്കിയിരുന്നത്. 8 DYSP-മാരുടെ നേതൃത്വത്തിൽ 1400 പേരെയാണ് സുരക്ഷയ്ക്കായി പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചത്. ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ നടത്തിയാണ് പോലീസ് സുരക്ഷ ഉറപ്പാക്കുന്നത്. തുടർന്ന് ദീപാരാധന കഴിഞ്ഞയുടൻ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് 3 പ്രാവശ്യം തെളിയുകയായിരുന്നു. മകരവിളക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സന്നിധാനവും പരിസരവും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി. മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും മറ്റ് വ്യൂ പോയിന്റുകളിലും 10,000-കണക്കിന് ഭക്തരാണ് ദിവസങ്ങളായി തമ്പടിച്ചിരുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് മകരജ്യോതി ദർശനത്തിന് പുല്ലുമേട്ടിലേക്ക് എത്തിയത്. കനത്ത മൂടൽമഞ്ഞിൽ മകരജ്യോതി ദർശിക്കാനാകാതെ മടങ്ങിയവരും നിരവധിയാണ്. ഭക്തജന തിരക്ക് മുന്നിൽ കണ്ട് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നത്. സുരക്ഷയ്ക്കും ദർശനത്തിനും മുൻഗണന നൽകിയുള്ള പ്രവർത്തനം അധികൃതർ നേരത്തെ തന്നെ നടത്തിയിരുന്നു. സന്നിധാനത്തിന് പുറമെ പമ്പ, ഹിൽടോപ്പ് അടക്കം പഞ്ഞിപ്പാറ, നെല്ലിമല, അയ്യൻമല, ഇലവുങ്കൽ, അട്ടത്തോട്, പടിഞ്ഞാറേ കോളനി തുടങ്ങിയ വ്യൂ പോയിന്റുകളായിരുന്നു ഒരുക്കിയിരുന്നത്. കനത്ത സുരക്ഷയാണ് എല്ലാ വ്യൂ പോയിന്റുകളിലും ഒരുക്കിയിരുന്നത്. മകരജ്യോതി ദർശനത്തിന് ശേഷം അയ്യപ്പ ഭക്തർക്ക് സുഗമമായി മലയിറങ്ങുന്നതിന് 4 എക്സിറ്റ് റൂട്ടുകൾ ക്രമീകരിച്ചിരുന്നു. മകരവിളക്ക് പ്രമാണിച്ച് 800 KSRTC ബസ്സുകളാണ് പ്രത്യേകമായി ക്രമീകരിച്ചിരുന്നത്. ഭക്തജന തിരക്ക് മുന്നിൽ കണ്ട് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഒരുക്കിയത്. ജില്ലാ കളക്ടർ ഷീബ ജോർജ്, എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യ എന്നിവർ സ്ഥലത്ത് സന്നിഹിതരായിരുന്നു. പോലീസ്, വനം, റവന്യൂ, ഫയർഫോഴ്സ്, ജലസേചനം, KSEB, ആരോഗ്യ വകുപ്പുകൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി.